കൂട്ടുകാർക്ക് എല്ലാവർക്കും ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആർക്സ്ഡ് ഇൻ CGL ടയർ 1 നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. അപ്പോൾ ഇവർ പറഞ്ഞനുസരിച്ച് മെയിലിൻ്റെ എണ്ണം എത്ര ശതമാനം കുറഞ്ഞു? 5%. ഫീമെയിലിൻ്റെ എണ്ണം എത്ര ശതമാനം കൂടി? 10% കൂടി. മൊത്തത്തിൽ എത്ര ശതമാനം കൂടി നിങ്ങൾ നോക്കി? 25,000, 25, 250. 250 എന്ന് പറഞ്ഞാൽ 1% അല്ലേ? 1% കൂടിയിരിക്കുന്നത്. ഇത് വെച്ച് അലിഗേഷൻ ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ റേഷ്യോ കിട്ടും. അത്രയേ ഉള്ളൂ. ഇവരുടെ വ്യത്യാസം 6, ഇവരുടെ വ്യത്യാസം 9. അപ്പോൾ 3:2 എന്നുള്ള റേഷ്യോയിലാണ് അവർ കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് മെയിലല്ലേ അറിയേണ്ടത്? ഇവിടെ മെയിൽ, ഇവിടെ ഫീമെയിൽ അല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 5 പാർട്ട്. 5 പാർട്ട് 25,000. അപ്പോൾ 1 പാർട്ട് 5,000. അപ്പോൾ 3 പാർട്ട് എന്ന് പറയുന്നത് 15,000. ഓക്കെ, അതാണ് ആൻസർ. റെഡിയാണല്ലോ? ഇനി വേറെ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. ഇവരുടെ എണ്ണം കിട്ടിയില്ലേ? 3 പാർട്ട് ഡിവൈഡ് ആവുന്ന, സോറി അത് നടക്കില്ല, 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, മനസ്സിലായില്ല എല്ലാവർക്കും? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലോട്ട് പോവാവേ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ച് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ ആവറേജ് തേർഡ് വട്ടം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സാണ് 180, 168, 150 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ അവസാനം 8, 8 6, 14 5 19, ക്യാരി 1, പിന്നെ 3 1 4, 498 എന്ന് കിട്ടും. ഓക്കെ, ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി, 2 നമ്പേഴ്സിൻ്റെ ആവറേജ് മൂന്നാമതായിട്ടുമല്ലേ ആഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ B+C/2 + A പ്ലസ് A+C/2 + B അല്ലേ? A/2 A/2. അപ്പോൾ A വീണ്ടും A ആഡ് ചെയ്തപ്പോൾ എത്ര? 2A ആയി. അതുപോലെ തന്നെ B/2 B/2 വീണ്ടും B, അപ്പോൾ എത്ര? 2B ആയി, 2C ആയി. അപ്പോൾ A+B+C എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയല്ലേ. ഇനി നമുക്ക് ഇവരുടെ ആവറേജ് അല്ലേ വേണ്ടത്. അപ്പോൾ നിങ്ങൾ നേരെ ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത് /3 ആണ്. അത് കിട്ടാൻ 498/6 അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, 6 × 48, പിന്നെ 6 × 3 18, 83 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ച് ട്രൈ ചെയ്ത് നോക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ എന്തൊരു പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തത് 20% പ്രോഫിറ്റിൽ വിറ്റു. സെല്ലിംഗ് പ്രൈസ് 72 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് 60 ആയിരിക്കും. രണ്ടാമത്തത് വിറ്റത് 60-ലാണ്, 25% പ്രോഫിറ്റ്. അപ്പോൾ 48 ആയിരിക്കും കോസ്റ്റ് പ്രൈസ്. ഇത് 2:1 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ട് 7 രൂപയ്ക്ക് വിറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 എന്നുള്ള റേഷ്യോയിൽ മിക്സ് ചെയ്യുമ്പോൾ ഒന്നിൽ അലിഗേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റഡ് ആവറേജ് ചെയ്യാം. പ്രോഫിറ്റ് പെർസെൻ്റ് അല്ലേ വേണ്ടത്. ഓക്കെ, ഒന്ന് അലിഗേഷൻ ചെയ്തിട്ട് നടുക്കത്തെ വാല്യൂ കണ്ടുപിടിക്കുക. അത് CP ആയിരിക്കും. ആഫ്റ്റർ മിക്സിങ് 70 SP നോക്കിയിട്ട് പ്രോഫിറ്റ് പെർസെൻ്റ് കണ്ടുപിടിക്കാം. അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ ചെയ്യുക. ടോട്ടൽ CP 60 × 2 + 48 × 1. ഇതാണ് ടോട്ടൽ CP. 70 per kg അല്ലേ? മൊത്തം എത്ര kg ഉണ്ട്? 3 kg. ഇത് CP/SP റേഷ്യോ ആയിരിക്കും. അങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എഴുതിയല്ലേ ചെയ്യുന്നതെങ്കിൽ 3 വെട്ടി 20, 3 വെട്ടി 16, 40 16, 56/7 എന്നൊരു CP/SP റേഷ്യോ. 7 വെച്ച് 8 8, 7 വെച്ച് 8 10, 8/8 ആണല്ലേ? 2/8 ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, അതായത് 25%. ഇനി ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ ഡിഫറൻസ് 18, സമ്മ് 3, അപ്പോൾ 1 പാർട്ട് 6 എന്ന് വരും. അപ്പോൾ ഇത് സോറി, ഡിഫറൻസ് 12 ആണേ. ഇത് 3, അപ്പോൾ 1 പാർട്ട് 4, അപ്പോൾ ഇത് 8, അപ്പോൾ ഇവിടെ 56 വരും. അപ്പോൾ 56 സാധനം 7 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് 64 ലിറ്റർ സ്പിരിറ്റ് ഉണ്ടായിരുന്നു. 8 ലിറ്റർ റിമൂവ് ചെയ്ത് റീപ്ലേസ് വിത്ത് വാട്ടർ 3 times. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലിൽ നിന്ന് 8 ലിറ്റർ വെച്ച് ഓരോ തവണ സക്സസീവായിട്ട് കുറയും. സ്പിരിറ്റ് ഓരോ തവണ സക്സസീവായിട്ട് കുറയും. വാട്ടർ കുറയും കൂടും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 64 ലിറ്റർ എന്നാണ് 8 ലിറ്റർ എടുക്കുന്നത്. അപ്പോൾ 1/8 ഫ്രാക്ഷനിൽ എടുക്കുന്നത്. ബാക്കി എത്രയുണ്ട്? 7/8. നിങ്ങൾ ആ 7/8 വെച്ച് 3 തവണ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതായിരിക്കും റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, സ്പിരിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിനി റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേണമെങ്കിൽ നിങ്ങൾ ഇത് കണ്ടുപിടിക്കുക.
കിട്ടുന്ന വാല്യൂ 64 നിന്ന് കുറച്ചാൽ റിമൈനിങ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറായി. അപ്പോൾ ഇതങ്ങ് സോൾവ് ചെയ്യുന്നത്, അതാണ് ആൻസർ. ഇതും ഇത്രയും പോകും. 7 ക്യൂബ് 343/8 4 × 32 4 × 32 23 എത്ര വേണം? 2 വേണം 16. 42 പോയിൻ്റ് ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ, ഉറപ്പായിട്ട് ഇതായിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. നമുക്ക് അടുത്തിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും ട്രൈ നോക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇയാൾ വിൽക്കുന്നത് കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ്. 20% പ്രോഫിറ്റ്. 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1/5 അല്ലേ? ഇത് പ്രോഫിറ്റും ഇത് CP ആണ്. ഇയാൾ കോസ്റ്റ് പ്രൈസിൽ തന്നെ വിൽക്കുന്നത് കൊണ്ട് ഇത് അവിടെയുള്ള ഓറഞ്ച് ജ്യൂസും ഇത് അയാൾ ആഡ് ചെയ്ത വാട്ടറും ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ വാട്ടർ ടു ഓറഞ്ച് ജ്യൂസ് എത്രയായിരിക്കും? 1:5 ആയിരിക്കും ആൻസർ. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റൻ എല്ലാവരും ട്രൈ നോക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. ഇവർക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 1.2 കിലോമീറ്റർ. ഇവരുടെ സ്പീഡ് 5ഉം 7ഉം ആണ്. ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഓടുന്നത്. അപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 1.2 കിലോമീറ്റർ ബൈ 12 km/h, അതായത് 0.1 അവർ ആയിരിക്കും. 0.1 അവർ എന്ന് പറഞ്ഞാൽ 6 മിനിറ്റ്. അതിനർത്ഥം ഓരോ 6 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഇവർ 5th ടൈം എപ്പോഴാണ് മീറ്റ് ചെയ്യാന്നല്ലേ? 5th ടൈം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ × 5 30 മിനിറ്റ് കഴിയണം. അപ്പോൾ 6:30 ഇവർ മീറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാവേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഈ ലൈനിന് പാരലായിട്ടുള്ള ലൈൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ലീനിയർ ഇക്വേഷൻ നോക്കി ലൈൻസ് പാരലാണെന്നുള്ള പറയാനുള്ള കണ്ടീഷൻ ഇതാണ്. a1x + b1y + c1 = 0യും a2x + b2y + c2 = 0 ആണ് രണ്ട് ലീനിയർ ഇക്വേഷൻസ് എങ്കിൽ പാരലാണുള്ള കണ്ടീഷൻ ഇതാണ്. a1/a2 = b1/b2 നോട്ട് ഈക്വൽ ടു c1/c2. ഇതാണ് പാരലാണുള്ള കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുക. a1/a2 1 ആണ്, b1/b2 1 ആണ്, c1/c2 5/7 ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ. സോ ഇതാണ് ആൻസർ. വേണമെങ്കിൽ അർത്ഥം കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ a1/a2 3/2, b1/b2 2/3 പറ്റില്ല. മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ a1/a2 3/3 1, b1/b2 2/-2, അത് -1 ആണ്, അപ്പോൾ നടക്കില്ല. ലാസ്റ്റത്തേൽ 3/1 2/1 അതിൽ നടക്കുകയോ ഇല്ല. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഓക്കെ, എല്ലാവരും ട്രൈ നോക്കിയതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. എയും ബിയും കോംപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ ഇത്രയാണെങ്കിൽ ടാൻ ബി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എ ബി കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും അല്ല വേണ്ട, a + b = 180 എന്നല്ലേ? അപ്പോൾ b = 180 - a എന്നല്ലേ? ഓക്കെ ആണോ? b = 180 - a. അപ്പോൾ b 180 - a എന്ന് പറയുമ്പോഴത്തേനും ആംഗിൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ കിടക്കത്തില്ലേ? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ പോസിറ്റീവ് അല്ലേ? 180 ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 ആയതുകൊണ്ട് ക്വാഡ്രൻറ്റ് ചേഞ്ച് ആവത്തില്ല. അപ്പോൾ ഈ സൈനെ നമ്മൾ എടുത്തിട്ടില്ലേ, സൈനെ തന്നെയായിരിക്കും സൈൻ ബിയും. ഓക്കെ ആണോ? അതായത് സൈൻ 180 - θ എന്ന് പറയുന്നത് സൈൻ തീറ്റ തന്നെയാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇത് വെച്ചിട്ട് ട്രയാങ്കിൾ വരയ്ക്കുക. സൈൻ എ 3/5 അല്ലേ? അപ്പോൾ ഇത് 4 ആയിരിക്കണ്ടേ? ടാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ തന്നെയാണ് ബി എന്നങ്ങ് വിചാരിച്ചാൽ മതി. ഓക്കെ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 3/4 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോസ് സ്ക്വയർ എ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് സൈൻ സ്ക്വയർ എനെ 1 - കോസ് സ്ക്വയർ എന്ന് വിളിക്കുക. - കോസ് സ്ക്വയർ = 1/4, 1 - 2 കോസ് സ്ക്വയർ = 1/4, 2 കോസ് സ്ക്വയർ = 1 - 1/4 3/4 എന്ന് വരും. അപ്പോൾ കോസ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3/8 ആയിരിക്കും. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. നമുക്ക് എല്ലാവരും വായിച്ച് നോക്കി ട്രൈ നോക്കാതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക. ഇവിടെ ലോസ് ആണ്. അപ്പോൾ നിങ്ങൾ ലോസ് = CP - SP എന്നുള്ള ഇക്വേഷൻ എഴുതുക. ലോസ് = കോസ്റ്റ് പ്രൈസ് ഓഫ് 4 പേൻ. 4 CP ആണ് ലോസ്. കോസ്റ്റ് എന്ന് പറയുന്നത് 10 പേനയുടെ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് 300 ആണെന്ന് അറിയാം. അപ്പോൾ 6 CP = 300, CP = 50 എന്ന് കിട്ടും. CP 50 ആണ്. ഇനി ഒരു പേനയുടെ SP 30 അല്ലേ? ലോസ് പെർസെൻ്റ് എത്രയായിരിക്കും?
2/5, അതായത് 40% ലോസ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റുകളൊന്നും പറയുന്നില്ല കേട്ടോ. കൺസെപ്റ്റുകളെല്ലാം നമ്മുടെ ഇതിൽ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. നിങ്ങളത് ബിഗിനറാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പോയി ബേസിക്സ് എല്ലാം പഠിച്ചിട്ട് വരിക. അതിനുശേഷം മാത്രമേ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. ഓക്കെ.